ഞാൻ പുള്ളിയുടെ അടുത്ത് ഡയറക്റ്റ് ചെന്നിട്ട് പറഞ്ഞു എനിക്കൊരു 400-500 യൂറോ മിനിമം മാസം എനിക്ക് സാലറി വേണം, ആ രീതിയിലൊക്കെയാണെങ്കിൽ ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. വൈനാക്സ്കേളിൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് നമ്മുടെ ഹോസ്പിറ്റലുകളിലാണ് കൂടുതൽ കിട്ടണേ. ചില ഹോസ്പിറ്റലിൽ അത് 100% കിട്ടും, അതായത് 13ാമത്തെ മാസത്തെ സാലറി എന്ന് പറയും. അത് ചിലയിടത്ത് ഇപ്പം നമ്മുടെ സാലറി 2500 ഉണ്ട് അല്ലെങ്കിൽ 3000 ഉണ്ടെങ്കിൽ ആ 3000 തന്നെ ഒരു നവംബറിലൊക്കെ നമുക്ക് വീണ്ടും 13ാമത്തെ മാസത്തെ സാലറി എന്ന് പറഞ്ഞാൽ കയറും. ചിലപ്പോൾ നവംബറിൽ ഡിസംബറിലായിട്ട് പകുതി ചെയ്ത് തന്നെ. പക്ഷെ അത് ഇവിടെ വരുമ്പോൾ എല്ലായിടത്തും 100% ഇല്ല, എല്ലാ ഹോസ്പിറ്റലുകളിലും. ഇവിടെ ഈ ഏജൻസി വരുമ്പോൾ ഇത്രയൊന്നും കിട്ടില്ല. നമുക്കൊരു 500-1000 യൂറോ, എൻ്റെ ഒരു കേസിൽ വരുമ്പോൾ 750 യൂറോ അവർ പറയുന്നത്. പക്ഷേ മന്തിൽ നോക്കുമ്പോൾ നമുക്ക് അവിടെ നല്ലൊരു സാലറി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും അവർ തരാത്തത്. ഇതൊക്കെയാണ് എൻ്റെ ഒരു സാലറി ഇത് തന്നെ. അതാണ് ഞാൻ പറഞ്ഞ ഒരു മാസത്തെ സാലറി വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 4,000 യൂറോസിനും 5,000 യൂറോസിനും ഇടയിൽ വരും എന്നുള്ള കാര്യം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലപ്പുറം സാലറി കിട്ടും. പിന്നെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അവരുടെ അടുത്ത് പറയാം എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി മാത്രം മതി, അല്ലെങ്കിൽ എനിക്ക് ഈവനിങ് ഡ്യൂട്ടി മാത്രം മതി, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി മാത്രം മതി, അല്ലെങ്കിൽ ഈവനിങ് നൈറ്റ് മാത്രം മതി. ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പറയാം. കൂടുതലും നൈറ്റ് ഈ പറഞ്ഞ 3 ഡ്യൂട്ടി ചെയ്യണവരൊക്കെ അവർ എടുക്കുള്ളൂ. നമ്മൾ ഈ ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഫെർഫ്ലേഗിങ് സ്കെയിൽ എന്ന് പറയും, ഞാൻ നേരത്തെ പറഞ്ഞ 28 യൂറോ പെർ ഡേക്ക് പറഞ്ഞ ആ 28 യൂറോ സാധാരണ ഏജൻസികളിൽ ചിലവർ കൊടുക്കില്ല, ചിലവർ 14 യൂറോ കൊടുക്കുള്ളൂ, 14 യൂറോ പെർ ഡേ കൊടുക്കുള്ളൂ. അതായത് നമ്മുടെ ഒരു വീടിന്റെ ചുറ്റളവിൽ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിന് ഇടയിലാണ് നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലം എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് 14 യൂറോ തരുള്ളൂ. അതല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ മുകളിലേക്ക് നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, അപ്പോൾ ഒക്കെ നമുക്ക് ചിലപ്പോൾ 5-8 മണിക്കൂർ യാത്ര ഉണ്ടെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവർ പെർ ഡേക്ക് 28 യൂറോ തരും. പക്ഷെ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും ദൂരം എങ്ങനെ പോയി യാത്ര ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർ വീടും തരും നമുക്ക്. ഒരു മാസത്തേക്കൊക്കെ ആയിരിക്കും അവിടെ ഡ്യൂട്ടി പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 3 മാസത്തേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ നമുക്ക് ഫ്രീ ആയിട്ട് വീടും തരും. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ 28 യൂറോ പെർ ഡേക്ക് തരും. പക്ഷെ എൻ്റെ കേസിൽ എനിക്കിവിടെ എൻ്റെ വീടിന് ചുറ്റളവിൽ മാത്രമേ ഉള്ളൂ, എന്നിട്ടും എനിക്ക് 28 യൂറോ തരും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഏജൻസികളിൽ ചെന്ന് നമ്മൾ സംസാരിക്കണ പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു നേഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലോ നിങ്ങളുടെ സൈറ്റ് അർബൈറ്റ് ഫിർമ ആ ഏജൻസികളിലൊക്കെ ഒന്ന് പോയി സംസാരിച്ച് നോക്കുക. ഒരിക്കലും ഒരു ഏജൻസിയിൽ ചെന്ന് സംസാരിച്ചിട്ട് അപ്പോൾ തന്നെ അത് ഡീലാക്കരുത്. അതിൻ്റെ ഫുൾ എഗ്രിമെൻ്റ് ഒക്കെ വായിച്ച് നോക്കണം. പിന്നെ പല ഏജൻസികളിലും ചോദിക്കുക, എല്ലാവരുടെ അടുത്തും സംസാരിച്ച് സാലറി പരമാവധി കൂട്ടാനൊക്കെ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അടിപൊളിയാണ്. ഈ പറഞ്ഞ പോലെ ഒരു എഞ്ചിനീയർ ഉണ്ടാക്കുന്ന പോലെയൊക്കെ നമുക്കൊരു 4,000-5,000 യൂറോ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിലപ്പുറം ഉണ്ടാക്കാം നമുക്ക്. ഈ 35 യൂറോ സാലറി കിട്ടുന്നവരൊക്കെ ഉണ്ട് പെർ അവറിന്. 35 യൂറോ ഒക്കെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. അതിൽ കൂടുതൽ ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ ഓരോ സ്റ്റേറ്റ് അനുസരിച്ചും ഇതേപോലെ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. ഇങ്ങനെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ ഞാനത് നോക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം.